ഹായ് ഹലോ നക്ഷത്ര സ്റ്റാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് ഒരു കേക്കാണ്. അപ്പം കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിനെ ഓരോന്നായിട്ട് പൊടിച്ച് മറ്റൊരു പാത്രത്തിലോട്ട് ഇടാം. അപ്പം ചിലർ ഇതിന് ക്രീമൊക്കെ മാറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ക്രീമും കൂടെ കൂട്ടിയാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ ഇതുപോലൊരു ഇതിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 1 കപ്പ് പാലാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതിനെ ഇളക്കണം. ആ പാലിനകത്ത് കിടന്ന് ആ ബിസ്ക്കറ്റ് എല്ലാം നല്ല അലുത്ത് നല്ല ഒരു പരുവത്തിൽ നമുക്കത് കിട്ടണം. അപ്പോൾ അതുപോലെ നമ്മളത് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇളക്കി കൊടുത്തപ്പം നമ്മുടെ ഇത് വളരെ കുളവായിപ്പോയി ഗൈസ്. കാരണം അത് നീണ്ടുപോയി. കാരണം എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് കുറവും പാല് കൂടുതലായിപ്പോയി. 1 കപ്പ് പാലല്ല ഞാൻ എടുത്തത്. അപ്പം പാല് ഒഴിക്ക് നമ്മൾ കുറേച്ചേ പാലൊഴിച്ച് വേണമായിരുന്നു ഇളക്കാനായിട്ട്. ഞങ്ങൾ വലിയ ഇതിലങ്ങ് 1 കപ്പ് പാലോളം എടുത്തങ്ങ് ഒഴിച്ചു. അങ്ങനെ ഏതായാലും നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തുനിഞ്ഞല്ലോ. അപ്പം തോറ്റ് പിന്മാറുന്നില്ലെന്നുള്ള ഇതിലൂടെ ഞങ്ങൾ അത് വീണ്ടും പോയി കടയിൽ പോയിട്ട് ബിസ്ക്കറ്റും കൂടെ വാങ്ങിച്ച് പൊട്ടിച്ചെല്ലാം സെറ്റാക്കിയേ. അപ്പോഴാണ് ബട്ടർ പേപ്പറില്ല. അപ്പം നക്ഷത്ര സ്കൂളിൽ നിന്ന് വന്നുള്ളായിരുന്നു. അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഞാനെന്തോ ബട്ടർ പേപ്പർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ A4 സൈസ് പേപ്പർ ഉണ്ടായിരുന്നു. അതിനകത്ത് ഓയിൽ തേച്ച് മുഴുവൻ ഓയിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത ശേഷം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് അത് തുടച്ചാൽ മതി. അപ്പം നല്ല ഒന്നാന്തരം ബട്ടർ പേപ്പർ കിട്ടുമെന്നുള്ള പറഞ്ഞു. അങ്ങനെ അവൾ ഉണ്ടാക്കിയതാണത്. അങ്ങനെ കൊള്ളാവോ? സൂപ്പറല്ലേ? അങ്ങനെ ബട്ടർ പേപ്പറും അപ്പം റെഡിയായി. ആദ്യ പരീക്ഷണമാണ് ഞങ്ങളുടേത്. അങ്ങനെ ഇന്നപ്പോഴാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടില്ലായിരുന്നു, അത് കുറച്ചിട്ടു. അപ്പം അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. നല്ല ഭംഗിയിൽ ഇളക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കതിനെ കിട്ടി കേട്ടോ. ഇനി നമ്മുടെ കറക്റ്റ് ഞങ്ങൾക്ക് ഈ കുക്കറിന് വെക്കാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു പാത്രം ഇല്ലായിരുന്നു. അതിന് കറക്റ്റ് ആ കുക്കറിൽ ഇറങ്ങാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തും ഒരു സെറ്റപ്പാക്കി അങ്ങനെ ഒരു 40 മിനിറ്റോളം സിമ്മയിലിട്ട് നമ്മൾ കുക്കറെ വെച്ച്. അങ്ങനെ എനിക്ക് കുറേ പണിയുണ്ടായിരുന്ന സമയത്ത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു. തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി സൂപ്പർ നല്ല മണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളത് പതുക്കെ എടുത്തു. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ ഒരു ചൂടായിരുന്നു കേട്ടോ, ഇനി പോകുന്നില്ല. അപ്പോൾ ഇച്ചിരി കൂടെ തണുക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ അവിടെ വെച്ചു. പിന്നെ കുറേ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് റെഡിയായി. അപ്പോഴത്തേക്ക് നക്ഷത്രയും കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു പാത്രം നമ്മുടെ കറക്റ്റ് ഒരിതാ വരാത്തത് കൊണ്ടാണ് ആ സൈഡൊക്കെ. പിന്നെ ഫസ്റ്റല്ലേ, ആദ്യമായിട്ടാണ് എന്നൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. കുറേ നാളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് 4 പീസ്. ഞങ്ങൾ ഫസ്റ്റിലെ നമ്മുടെ അച്ചുക്കുട്ടനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമേ എടുത്ത് അവന് കൊടുത്തു. ഒന്നും കൂടെ ചെറുതാക്കി കൊടുത്തു. കാരണം രണ്ടാമൻ ചോദ്യം കൊണ്ട് വരുവേ. അതുകൊണ്ട് അതിനൊന്നും കൂടെ ചെറുതാക്കിയാണ് അവന് കൊടുത്ത്. മുറിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല സോഫ്റ്റാട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടി. അപ്പം നമ്മുടെ അച്ചുക്കുട്ടൻ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് നല്ലതാണെന്നാണ് അവൻ പറയുന്നത്. ഇനി നമ്മുടെ വീഡിയോഗ്രാഫർ നക്ഷത്രയാണ്. നക്ഷത്ര കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നക്ഷത്രയ്ക്കും കൊടുത്തു. അവളും സൂപ്പറാന്ന് പറഞ്ഞു. പിന്നെ ഞാനായിട്ട് ഇതിനെ മാറാൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ഒരു പീസ് എടുത്തു കഴിച്ചു. നല്ല കേട്ടോ, സൂപ്പറാണ്, നല്ല മയമൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരോ ഇതുമൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.